ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നൊരു ഗരം മസാലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഗരം മസാലപ്പൊടിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻ്റാണ് പട്ടയും ഗ്രാമ്പും ഏലക്കയും. എന്താപ്പോൾ ഇത് മാത്രം എടുത്തിരിക്കുന്നതല്ലേ, ഇത് നമ്മുടെ പാലക്കാടൻ റാവുത്തർ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ്. ഞാൻ എടുക്കുന്ന രീതി ഇതേപോലെ ഒരു കൈപ്പിടി അളവിന് പട്ടയാണ് എടുക്കുക. അതിന് ഞാൻ 10 ഏലക്കി ഒരു 5 ഗ്രാമ്പുമാണ് എടുക്കുക. പക്ഷെ ഇത് അതിലേക്കാട്ടിൽ കൂടുതലുള്ളത് കൊണ്ട് ഏലക്ക ഞാനൊരു 20 എണ്ണം, ഗ്രാമ്പു ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഗ്രാമ്പുവിൻ്റെ അളവ് വളരെ കുറവ് മതി. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്ക്. നോർമൽ നമ്മൾ ഗരം മസാലയ്ക്ക് ജാതിക്കയോ ജാതിപത്രികയോ അങ്ങനെ ഒരുപാട് സ്പൈസസ് നമ്മൾ ഉപയോഗിക്കും. എന്നാൽ ഈ ബിരിയാണിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആകെ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഗ്രാമ്പു എപ്പോഴും വളരെ കുറവ് മാത്രം ഉപയോഗിക്കണം ഇതിൽ. ചൂടാറി അതൊന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് ഇട്ടിട്ട് അരച്ചെടുക്കാം. നല്ല പൊടിഞ്ഞു വരണം. പാലക്കാടൻ ബിരിയാണീൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് അതിലുപയോഗിക്കുന്ന ഗരം മസാല. ഗരം മസാലപ്പൊടി നമ്മൾ എല്ലാ ഗരം മസാലപ്പൊടിയും പോലെയല്ല, ഈ ബിരിയാണിക്ക് ഈ മസാലയാണ് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത്. അളവുകൾ കൂടിപ്പോകാനും പാടില്ല. ഇത് നമുക്ക് നല്ല അടപ്പുള്ള ഒരു ജാറിലിട്ടിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാനൊരു ബിരിയാണി ആയിട്ട് വരുന്നതാണ്, പാലക്കാടൻ ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും ബെൽ ബട്ടണും കൂടി അമർത്തണം. താങ്ക് യു.